ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന അടയുണ്ടാക്കാനാണ്. അപ്പോൾ അതിനുള്ള ഇലയും സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി പീരയും ശർക്കരയും ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ നമ്മുടെ അടുപ്പിലാണ് ചെയ്യുന്നത്. ഒരു വ്യത്യസ്തമായി ചായയും ഞാൻ അടുപ്പിൽ തന്നെ മൺകലത്തിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതുവരെ ആരും ചായ മൺകലത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ വെക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല, എന്നാൽ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടില്ല. നമ്മുടെ ശർക്കരയും പീരയും കൂടി മിക്സ് ചെയ്യണം. അടയിൽ നിന്ന് നമ്മൾ പുഴുങ്ങാനല്ല പോകുന്നത്, വറുത്തെടുക്കാനായിട്ടാണ് പോകണം. വറുത്തട ചട്ടിയിൽ വെച്ച് നമ്മൾ തീയിൽ വറുത്തെടുക്കും. ചട്ടി വെച്ചിട്ട് കുഴക്കാൻ നേരത്തെ എനിക്ക് ഓർമ്മ തന്നെ, നേരത്തെ പണ്ട് ചെറുപ്പത്തിൽ അച്ഛനെ ഇതുപോലെ അട ഉണ്ടാക്കാനൊക്കെ കുഴക്കുമായിരുന്നു. അപ്പോൾ ഞാനും പെങ്ങളും കൂടി അടുത്ത് പോയി നിൽക്കും. ഈ കുഴച്ചതിൻ്റെ ഈ ഒരു സ്മെല്ലുണ്ട്, ഈ ശർക്കരയും പീരയും കൂടിയിട്ട് കുഴച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് സ്മെല്ലടിച്ചിട്ട് നമ്മൾ അടുത്ത് നിന്ന് നിൽക്കും, ഇത് തിന്നാൻ കിട്ടുമോ എന്ന് അറിയാനായിട്ട്. അച്ഛനിങ്ങനെ നോക്കും. അപ്പോൾ നമുക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള കുറച്ച് ഫീലിങ്സൊക്കെ വരും ഈ സംഭവം ഉണ്ടാക്കുമ്പോഴത്തേക്കും. എന്തായാലും നമുക്ക് ഇത്തിരി തിന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഞാൻ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കാറ്. ഗോതമ്പ് പൊടി ഈ മൈദയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പൊടിയുണ്ട്, അതിനകത്താണ് ഞാൻ അട ഉണ്ടാക്കല്. അതാകുമ്പോഴത്തേക്കും ഇത്ര ടഫില്ല. ഇത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയുടെ അത്രയും ടഫില്ല. അത് പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഈ അരിപ്പൊടി എന്താണെന്ന് വെച്ചാൽ അത് നമ്മളിങ്ങനെ പരത്തും തോറും അതിങ്ങനെ വിട്ട് പോന്നി. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് വലിയ രീതിയിലൊന്നും അറിയില്ല. നമ്മളും അച്ഛനമ്മയൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ഞാൻ അട ഉണ്ടാക്കിയിട്ടുണ്ട്, സംഭവം സെറ്റാണ്. പക്ഷേ അരിപ്പൊടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്കൊന്നും ഉണ്ടാകത്തില്ല. നമ്മളൊക്കെ ആരാ മോൻ. നമുക്കിന്ന് അട ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാം ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പീര വെച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ അടയുടെ ഉള്ളിലേക്ക് പീര സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പീരയും ശർക്കരയും കൂടി മിക്സ് ചെയ്തത് തേച്ച് കൊടുക്കുകയാണ്. പീരയും ശർക്കരയും ലേശം കുറഞ്ഞു പോയെന്ന് ഡൗട്ടുണ്ട്. കൺമണിക്ക് ശർക്കര കൂടുതൽ വേണമെന്ന് പറഞ്ഞു. ആഹാ, ഒരട തിന്നുമ്പോഴത്തേക്കും സെറ്റാണ്. നല്ല ടേസ്റ്റി അടയാണിത്. നമുക്കിത് നൈസായിട്ട് മടക്കാം. ഞാൻ ഇതിനു മുമ്പ് ഇല ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇല വാട്ടിയിട്ടാണ് ഞാൻ അതിനകത്തേക്ക് പുരട്ടിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അഡ്വാൻസ്ഡായിട്ട് ഇല ഒന്ന് വാട്ടിയിട്ടാണ് ഞാനിത് തേക്കുന്നത്. അപ്പോൾ നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഗൈസ്, ഇതാണ് രാവിലത്തെ എൻ്റെ ഷോർട്സിലൊക്കെ നിങ്ങൾ കാണുന്ന എൻ്റെ സ്വന്തം അടുക്കള. ഇത് ഞാൻ തന്നെ കെട്ടിപ്പൊക്കിയൊരു അടുക്കളയാണ്. ഞങ്ങൾക്ക് പഴയൊരു അടുക്കള ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീട് പണിയുടെ സമയത്തൊക്കെ അത് പൊളിക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴത്തേക്കും സംഭവം അടുക്കള എന്തിനാണ് കെട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺമണിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കണമെന്ന് പറഞ്ഞിട്ട് ഗ്യാസ് ചിലവാകില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കെട്ടിയ അടുക്കളയാണ്. സംഭവം ചോറ് വെക്കാമെന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓർത്തു, എന്തുകൊണ്ട് നമുക്ക് അടുക്കളയിൽ ചോറ് വെച്ചുകൂടാ എന്നുള്ളൊരു ഇത് വന്നു. എനിക്ക് കത്തിക്കാനൊക്കെ അത്ര വലിയ വശം ഉണ്ടായില്ല എന്ന് വെച്ചാൽ അത് റെഡിയാവില്ലെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷെ ഞാനൊരു ദിവസം ട്രൈ ചെയ്തപ്പോഴത്തേക്കും സെറ്റായി. പിന്നെ ഇതിൽ തന്നെയായി. അതാകുമ്പോൾ നമുക്ക് ഗ്യാസിൽ ലാഭിക്കാം, പണി നടക്കും, ഒരു പുതിയൊരു വെറൈറ്റി ഫീലായിരിക്കും. സംഭവം മൺകലത്തിൽ വേകുന്ന ചോറിനൊക്കെ വേറൊരു ടേസ്റ്റാണ്. നമ്മൾ നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ മറ്റേ റൈസ് കുക്കറിൽ രാത്രിയിൽ ചോറിട്ടിട്ട് അത് ഇറക്കി വെക്കുക ചെയ്യുക, ജോലിക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകാനായിട്ട്. പക്ഷെ അതൊരു രസം ഉണ്ടാകത്തില്ല. അരി ഇങ്ങനെ പൊട്ടി കിടക്കും, അങ്ങോട്ട് റെഡിയായി വരത്തില്ല. അങ്ങനെ ഞാൻ ഇതിലിട്ട് വെക്കാമെന്ന് വെച്ചാൽ, ഇതിലിട്ട് വെച്ചപ്പോൾ ഉണ്ടല്ലോ അസാധ്യ ടേസ്റ്റാണ് ചോറിന്. അപ്പോൾ ആ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. നമ്മൾ അടുപ്പിലിട്ട് വെക്കുമ്പോൾ അങ്ങനെ കുറേ ടേസ്റ്റ് വ്യത്യാസം വരും. സമയം കുറച്ചാകുന്നാലും ടേസ്റ്റ് വ്യത്യാസം നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ തീ കത്തിച്ചെടുക്കാനൊക്കെ കുറച്ച് പാടാണ്. അപ്പോൾ ഇത്ര ദിവസം എനിക്ക് മണ്ണെണ്ണ ഉണ്ടായിരുന്നു, പക്ഷേ മണ്ണെണ്ണ തീർന്നു പോയി. ഇനിയിപ്പോൾ ചൂട്ടൊക്കെ വെച്ചിട്ട് വേണം കത്തിക്കാനായിട്ട്. അത് കുറച്ച് ടഫാണ്. ചൂട്ട് കത്തിച്ചെടുത്ത് വിറകിൽ തീ പിടിച്ച് വരുമ്പോഴത്തേക്കും നല്ല ടൈമാവും. രാവിലെ ഞാൻ ചെയ്തപ്പോഴത്തേക്കും കത്താൻ ഭയങ്കര പാടായിരുന്നു. ഒരു അരമണിക്കൂർ ടൈമായി ഞാനത് കത്തിച്ചെടുത്തപ്പോഴത്തേക്കും. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇഷ്യൂസല്ല, നമ്മൾ കുഴപ്പമില്ല, കുറച്ച് പോയൊക്കെ അടിച്ച് നമ്മൾ സെറ്റായിട്ട്
ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയിട്ട് വരും. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ശർക്കരയും പീരയും തീർന്നു പോയി. അപ്പോൾ ഒരു 2 അടക്ക് കൂടിയുള്ളത് ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കണം. സംഭവം അകത്ത് പൊട്ടിച്ച തേങ്ങ ഇരിപ്പില്ല. അപ്പോൾ നമുക്ക് പുതിയ തേങ്ങ പൊതിച്ചിട്ട് വേണം തേങ്ങ ചിലവെടുക്കാനായിട്ട്. അത് ഈ തേങ്ങയുടെ ഈ ഭാഗത്തായിട്ടൊരു ചെറിയൊരു ഇങ്ങനെ അകത്തേക്ക് കുഴിഞ്ഞൊരു രീതിയിലാണ് ഇരിക്കുന്നത് അതിൻ്റെ മടൽ. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ തിക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ നേരത്തത് പോരുമില്ല. അതാണ് സംഭവം. മര്യാദക്കുള്ള തേങ്ങ ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടിയേനെ. ഈ ഭാഗമൊക്കെ മേൽഭാഗമൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത്രയും ഭാഗം മാത്രമാണ് സംഭവം കഴിഞ്ഞ്. ഇപ്പോൾ പടപടയുന്ന സംഭവം കഴിയും. എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ട്. ഇനി നമുക്ക് ഈ തേങ്ങ പൊട്ടിക്കണം. സാധാരണ ഒറ്റ വെട്ടിനൊക്കെ പൊട്ടാറുണ്ട്. ഇത്തവണ 2 വെട്ടെങ്കിലും വേണ്ടി വരുമായിരിക്കും. ഉന്നം മാറിപ്പോയി. അതിനകത്ത് വെള്ളമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ അട സെറ്റ് ചെയ്തിട്ടുണ്ട്. 6 അടയുണ്ട് മൊത്തം. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. ചുട്ടല്ല, വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ തീ കൂട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചു. തീ കത്തിക്കലാണ് കുറച്ച് പണി. മണ്ണെണ്ണ ഇല്ലാത്ത കാരണം നമ്മൾ പേപ്പറൊക്കെ കത്തിച്ച് അങ്ങനെയാണ് തീ പിടിപ്പിക്കുന്നത്. അത് കാരണം ഇച്ചിരി ടൈം എടുക്കും. വിറക് തീ കത്ത് പിടിച്ച് വരണം. ആദ്യം കുറച്ച് പേപ്പർ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ചൂട്ടുണ്ട് അതെടുത്തിട്ട് ചൂട്ടിങ്ങനെ കത്തിച്ച് കൊടുക്കണം. തീ പിടിച്ചെടുക്കണം എന്ന് പറയണത് ഇത്തിരി കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പം അതിന് മാത്രമാണ് ഇവിടെ കുറച്ച് സമയം അധികമാകുന്നത്. പിന്നെ കുറച്ച് പുക കണ്ണിൽ കയറും, കണ്ണ് നീറ്റലെടുക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പുകയില്ലാത്ത അടുപ്പാകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ പുകയുള്ള അടുപ്പാണുള്ളത്. അപ്പോൾ അതിലെങ്ങനെ മര്യാദക്ക് വെക്കാമെന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വിറകൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ചെയ്ത് കാരണം ഞാൻ ഇവിടെ കുറച്ച് അമ്മ നേരത്തെ കുറേ പഴയ നമ്മുടെ വീട് പൊളിച്ചപ്പോഴത്തേക്കും കുറേ പട്ടിക കഷ്ണമൊക്കെ ഉണ്ടായിരുന്നു. ആ കാടിക്ക് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പോയിട്ട് മഴയൊക്കെ ഉള്ളതല്ല കാരണം ആ ഷീറ്റൊക്കെ മാറ്റി അതെല്ലാം പെറുക്കി ഇവിടെ അടുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാരണം ഒരാഴ്ചത്തേക്കുള്ള വിറക് ഉണ്ടാവുമെന്ന് തോന്നണം. പുഷ്പ ഞാൻ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് തീ പിടിച്ചു. രാവിലെ ഇങ്ങനെയല്ലായിരുന്നു. രാവിലെ വിറക് ചിലപ്പോൾ തണുത്തിരിക്കണോണ്ടായിരിക്കും തീ പിടിക്കാനായിട്ട് അത്രയും താമസിച്ചത്. ഒന്ന് കത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് പൊതിമടല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തെന്നാൽ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരുന്നോളൂ. അപ്പോൾ ഗായ്സ് നമ്മുടെ തീ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല നല്ല ചൂടുണ്ട് തീക്ക്. അപ്പോൾ നമ്മൾ ഈ ചട്ടിയിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നൈസായിട്ടൊന്ന് പൊള്ളി. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അട വെച്ച് കൊടുക്കാം. ഈ ഒരു ചട്ടിയും കൂടി വെച്ച് കൊടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ അട പെട്ടെന്ന് വേകാനായിട്ട് അതിൻ്റെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണ പരിപാടിയാണ്. അടുപ്പിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നേരും, സ്വാഭാവികമാണ്. അതൊക്കെ സഹിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പിന്നെ പുക മൂക്കിലേക്ക് അടിച്ച് കയറും, കണ്ണിൽ കയറും. നല്ല ചൂടാണ്. എല്ലാം സഹിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്.
ഗായ്സ് നമ്മൾ അട എടുക്കാനായിട്ട് പോവാണ്. അട വെന്ത് സെറ്റായിട്ടുണ്ട്. ഗായ്സ് ഇതാണ് നമ്മൾ ചുട്ടെടുത്ത ഫസ്റ്റത്തെ അട. ഇത് കുറച്ച് കരിഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അട നല്ല സൂപ്പർ അടയായിട്ടുണ്ട് ഗൈസ്. ഇതാ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. ശർക്കരയൊക്കെ അതിനിടക്കൂടി ഉരുകി ഇറങ്ങിയിട്ടുണ്ട്. ഒരു കഷ്ണം ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. ഇതാ ഇവിടെയൊക്കെ കൂടി ശർക്കര ഉരുകി ഇറങ്ങിയേക്കണം. കേട്ടോ, നല്ല ടേസ്റ്റാണ് സംഭവം. നമ്മൾ വേവിച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ ഇപ്പോൾ വെച്ച് വെക്കുമ്പോൾ ആ അടയുടെ മേളിൽ കൂടി ഒരു തുളയുണ്ടായിട്ട് അവിടെ കൂടി ഈ ശർക്കരയുടെ പാനിയൊക്കെ ഇങ്ങനെ ഒഴുകി വരും. പക്ഷേ ഞാനുണ്ടാക്കിയ ആ സംഭവം ഇല്ല കേട്ടോ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അങ്ങനെ വരുമെന്നാണ് ഓർത്തത്, പക്ഷെ അങ്ങനെ വന്നില്ല. അത് അടിപൊളിയാണ്. നമ്മളിങ്ങനെ കടിക്കാൻ നേരത്ത് ഇങ്ങനെ ശർക്കരപ്പാൻ ഇങ്ങനെ ഒലിച്ച് വരും. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചായ വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ അടുപ്പിൻ്റെ വിസ്തീർണം ഇത്തിരി കൂടുതലായതുകൊണ്ട് ഞാൻ വേറെ കുറച്ച് കല്ലൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വെച്ച് കുറച്ചും കൂടി ചെറുതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഈ കുഞ്ഞിക്കലത്തിലാണ് ചായ വെക്കാനായിട്ട് പോകുന്നത്. കുറച്ച് ഹൈറ്റാണ്, അപ്പോൾ തീ അവിടെ വരെ എത്തണം. അങ്ങനെയൊക്കെ കുറച്ച് പ്രയാസങ്ങളുണ്ട്. അത് നമ്മൾ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് പാലൊഴിച്ച് കൊടുക്കാം. കണ്ണി കയറി ഗൈസ്. പിന്നെ തീ കറക്റ്റ് മുകളിലേക്ക് എത്തണം. എൻ്റെ കാൽക്കുലേഷൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, എന്നാലും നമ്മളത് എത്തിച്ചിരിക്കും. അതാണ് നമ്മുടെ കോൺഫിഡൻസ് ഗൈസ്. അപ്പോൾ ഈ ചെറിയ കലത്തിൽ നമ്മൾ പാലൊഴിച്ച് തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ തീ കുറവായിട്ടാണോ അതോ കലത്തിലൊഴിച്ച് കഴിയുമ്പോഴത്തേക്കും പാല് തിളക്കാൻ താമസമാണോ എന്ന് എനിക്കറിയില്ല. ഇനി പാല് തിളച്ച് കഴിയുമ്പോൾ പുകചുവയാണോ എന്ന് കൂടി എനിക്കറിയാൻ പാടില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒഴിച്ചിട്ട് കുറച്ച് നേരമായി. നമ്മൾ അടുപ്പിൽ വെച്ചിരുന്നെങ്കിലല്ല, നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ തിളക്കേണ്ട സമയമായി. അത് കലത്തിൽ വെച്ചാൽ തിളക്കുമെന്ന് അറിയില്ല. നമ്മൾ സ്റ്റീൽ കലത്തിലൊക്കെ വെക്കുമ്പോൾ തിളക്കേണ്ട ടൈമായി. പക്ഷേ ഇവിടെ നമ്മൾ മൺകലത്തിൽ വെച്ചപ്പോഴത്തേക്കും ഇതുവരെ പാല് തിളച്ചിട്ടില്ല. ചെറിയൊരു ചൂടേ ആയിട്ടുള്ളൂ. ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ തീ ഇപ്പോഴാണ് മേളിലേക്ക് ശരിക്കും കത്താൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് നോക്കാം. പാല് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. ആദ്യം തേയില ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കൊതിയുടെ ഒരു പീസ് കളഞ്ഞ് കൺമണി കടിച്ച് മുറുക്കുകയാണ്. എങ്ങനെയുണ്ട്? ഉള്ളതുപോലെ പറയും. ഗൈസ് സൂപ്പർ അടയാണിത് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കൺമണി പോയി ഗൈസ്. അട കിട്ടിയപ്പോൾ കൺമണി ഉള്ള കാര്യത്തിന് പോയി. ഞാൻ ഒറ്റക്കായി. പാലിൽ ചെറിയ അനക്കങ്ങളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പാലെവിടെയും സെറ്റാകുമ്പോൾ നമുക്ക് ഉറങ്ങി കഴിക്കാം ഗൈസ്. അപ്പോൾ എൻ്റെ കുഞ്ഞിക്കലത്തിൽ ചായ തിളച്ചിട്ടുണ്ട്. ഞാൻ അട തിന്നുന്ന സമയത്ത് അത് കുറച്ച് തിളച്ച് പോയായിരുന്നു. ഒരു ഗ്ലാസ് എന്തായാലും പോയി കാണും ഗൈസ്. ഞാൻ പെട്ടെന്ന് എനിക്കത് എടുക്കാൻ തുണിയൊന്നും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ചായ നമ്മൾ ഇറക്കാൻ പോവാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വേവാത്ത അട അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. 2 അടയുണ്ട്, 2ഉം വെന്തിട്ടില്ല ഗൈസ്. അട അവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചായയിൽ അല്പം പഞ്ചസാര ഇട്ടെടുക്കാം. ചായയിൽ കടുപ്പം കുറഞ്ഞു പോയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഈ കലത്തിൽ ചായ വെച്ച് ഞാൻ കുടിച്ച് നോക്കിയിട്ട് വലിയ നല്ല ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നണില്ല. എന്താണെന്നറിയാൻ പാടില്ല. കലത്തിൽ വെച്ചതിൻ്റെ വേറൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മൺകലത്തിൽ ചായ വെച്ച് കുടിച്ചാൽ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരാനില്ല. ചൂടടിക്കുന്നു, എന്നാലും കുഴപ്പമില്ല. തീയൊക്കെ കണ്ട് ഇവിടെ അടുപ്പിൽ കത്തിച്ച് കണ്ടപ്പോഴത്തേക്കും കൺമണിക്കൊരു ആഗ്രഹം, രാത്രി ചുട്ട പപ്പടം കഞ്ഞിയും കുടിക്കണമെന്ന്. അപ്പോൾ ഞാൻ പപ്പടം ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ്. ചായ ഉണ്ടാക്കി പിന്നെ അതിൻ്റെ കൂടെ കഞ്ഞിയും പപ്പടവും കുടിക്കണമെന്നായിട്ട് നമ്മൾ പപ്പടം കൂടി വറുത്തെടുത്ത് ഇനി കഞ്ഞിക്കുള്ള വെള്ളവും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികളൊക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.